അധ്യായം 2. വീട്ടമ്മ. 3ാം ക്ലാസ്സിലെ ഭാഷാധ്യാപകനായിരുന്നു ശിവനാഥ ശാസ്ത്രി. ഷേവ് ചെയ്ത് മിനുസപ്പെടുത്തിയ മുഖം, പറ്റ വെട്ടിയ തലയുടെ പിറകിൽ എലിവാലു പോലെ ഒരു കുടുമ. കറുത്തിരണ്ട ആ തടിമാടനെ കണ്ടാൽ തന്നെ കുട്ടികൾ കിടുകിടാന്ന് വിറയ്ക്കും. ചില ജീവികൾക്ക് കൂർത്ത കൊമ്പുണ്ടാവും, ചിലതിന് കൂർത്ത പല്ലുണ്ടാവും. എന്നാൽ ശിവനാഥ ശാസ്ത്രിക്ക് ഇവ രണ്ടും കിട്ടിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം. ക്ലാസ്സിൽ വന്നാൽ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഒന്നുകിൽ കുട്ടികളെ അടിക്കും, അല്ലെങ്കിൽ നുള്ളും, അതുമല്ലെങ്കിൽ ചെവി തിരുമോ. ഇതിനുമൊക്കെ അപ്പുറത്താണ് ചീത്ത പറച്ചിൽ. വീട്ടിലിരിക്കുന്നവരെ പോലും വെറുതെ വിടില്ല. ഗുരു ശിഷ്യ ബന്ധം പണ്ടത്തെ പോലെയൊന്നുമില്ല ഇപ്പോൾ എന്നാണ് ശാസ്ത്രികളുടെ പരാതി. അധ്യാപകരെ ദൈവത്തെപ്പോലെ കരുതണമെന്ന് അദ്ദേഹം കുട്ടികളെ ഉപദേശിക്കും, നിർബന്ധിക്കും. അനുസരിക്കാത്തവർക്ക് നേരെ വടിയെടുക്കും. കാര്യമൊക്കെ ശരി തന്നെ. ഒരു നല്ല ദൈവമായിട്ട് അദ്ദേഹത്തെ ആരും കാണുമെന്ന് തോന്നുന്നില്ല. കുട്ടികളുടെ മേക്കിട്ട് കയറുന്ന ഒരു അധ്യാപകനെ പിശാചായിട്ടേ കണക്കാക്കാനാവൂ. 3ാം ക്ലാസ്സിലെ 2ാം ഡിവിഷനിലാണ് ശാസ്ത്രി പഠിപ്പിക്കുന്നത്. കുട്ടികളെല്ലാം വിഷ്ണുവിനെ പോലെയോ ഇന്ദ്രനെ പോലെയോ തന്നെ ബഹുമാനിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വേറൊരു ദേവനായിട്ട് ശാസ്ത്രിയെ കണക്കാക്കാനായിരുന്നു കുട്ടികൾക്കിഷ്ടം, യമദേവൻ. ഏതാനും നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യമൻ്റെ നാട്ടിലേക്ക് പോകുകയും വേണമല്ലോ. അതിനുവേണ്ടി അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സ്വർഗത്തിലെ ദേവന്മാർ 2 പൂവോ മാലയോ കിട്ടിയാൽ തൃപ്തരാകും. ഭൂദേവന്മാരുടെ കാര്യം അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ മതി കണ്ണും ചുവപ്പിച്ച് ചാടി വീഴാൻ. അന്നേരം അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ ദൈവത്തിൻ്റെ ലക്ഷണമൊന്നും കാണില്ല. കുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടി ശിവനാഥ ശാസ്ത്രി കണ്ടെത്തിയ പുതിയ വിദ്യയാണ് ഇരട്ടപ്പേര് വിളി. ഇതിൽ ഇത്ര വേദനിക്കാൻ എന്തിരിക്കുന്നു എന്ന് തോന്നാം. എന്നാൽ കാര്യം അങ്ങനെയല്ലല്ലോ. സ്വന്തം പേരിനോട് നമുക്കെല്ലാം വലിയ പ്രിയമാണ്. പേര് കിട്ടാൻ വേണ്ടി എന്തെല്ലാം നാം ചെയ്യുന്നു. ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്നു, വാരിക്കോരി പണം ചിലവാക്കുന്നു. പേര് നിലനിർത്താൻ വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാണ് എന്ന് അർത്ഥം. പേര് മാറ്റുന്നത് സങ്കടകരം തന്നെ. ഭൂതനാഥൻ എന്ന പേര് ദേവദൂതൻ എന്നാക്കിയാൽ പോലും ഉടമസ്ഥന് സഹിക്കുമോ? തന്നെക്കാൾ വലുത് തൻ്റെ പേരും പെരുമയുമാണെന്ന് ആളുകൾ കരുതുന്നു. നമ്മുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഈ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ശിവനാഥ ശാസ്ത്രി ഒരു ദിവസം ശശിശേഖരനെ കുറുമാക്രി എന്ന് വിളിച്ചത്. അവൻ്റെ ശരീരപ്രകൃതിയും പ്രകൃതവുമെല്ലാം തവളയുടേതുപോലെയാണ്. ചാടിച്ചാടിയുള്ള നടത്തവും കറ പറയുന്നുള്ള ശബ്ദവുമൊക്കെ ആകപ്പാടെ ഒരു കുറുമാക്രി തന്നെ. അതവനെ കൂടുതൽ വേദനിപ്പിച്ചു. അന്നു മുതൽ എല്ലാവരും അവനെ കുറുമാക്രി എന്ന് വിളിക്കാനും തുടങ്ങി. എല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെ ക്ലാസ്സിൽ അവൻ കുനിഞ്ഞിരിക്കും. അശുതോഷിന് കൊടുത്ത പേര് ഗിന്നി, എന്നാൽ വീട്ടമ്മ എന്നാണ്. അതിനു പിന്നിൽ ഒരു നീണ്ട കഥയുണ്ട്, അത് പറയാം. ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ് ആശു. ആരോടും വഴക്കിടില്ല, നല്ല മര്യാദയും ബഹുമാനവും, സദാ പുഞ്ചിരിക്കുന്ന മുഖം. മറ്റു കുട്ടികളെക്കാൾ പ്രായവും കുറവാണ്. നന്നായി പഠിക്കും. എന്നാൽ ആരുമായും അവൻ കൂട്ടുകെട്ടിന് പോവുകയില്ല. കളിക്കാൻ പോലും നിൽക്കില്ല. സ്കൂൾ വിട്ടാൽ വീട് മാത്രം. ഉച്ചയ്ക്ക് വീട്ടിലെ വേലക്കാരി ക്ലാസിൻ്റെ വാതിൽക്കൽ ഭക്ഷണവുമായി വന്നു നിൽക്കും. വട്ടയിലയിൽ കുറച്ച് ചോറും കറിയും പിച്ചളപാത്രത്തിൽ കുടിവെള്ളവും. താൻ ആഹാരം കഴിച്ചിട്ട് വേലക്കാരി മടങ്ങിപ്പോകുന്നത് വരെ അവനൊരു വിമ്മിട്ടമാണ്. ഭേദപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് ആശുതോഷ്. അതൊന്നും അവൻ ഭാവിക്കില്ല. വീടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ അവൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരാൻ അവൻ വൈകാറുണ്ട്. ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയുകയില്ല. ഇതിന് ശിവനാഥ ശാസ്ത്രിയുടെ കയ്യിൽ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ട്. ഒരു ബുധനാഴ്ച ഗ്രഹണമായതിനാൽ സ്കൂളിന് അവധിയായിരുന്നു. പിറ്റേ ദിവസം ശിവനാഥ ശാസ്ത്രി ക്ലാസ്സിൽ വന്ന് സ്റ്റൂളിൽ ഇരിപ്പുറച്ചിരിക്കുന്നു. അപ്പോഴാണ് സ്ലേറ്റും പുസ്തകവും സഞ്ചിയുമായി ആശു ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. അവൻ്റെ മുഖത്ത് എന്തോ ഒരു മങ്ങൽ. മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൻ കയറി വന്നത്. അതാ ഗിന്നി ക്ലാസ്സിലേക്ക് വരുന്നു, ശിവനാഥ ശാസ്ത്രി പറഞ്ഞു. അന്ന് ക്ലാസ് വിടുന്നതിന് മുമ്പായി അദ്ദേഹം കുട്ടികളോട് വീണ്ടും പറഞ്ഞു, എനിക്കൊരു കഥ പറയാനുണ്ട്.
കുട്ടികളുടെ എല്ലാം ശ്രദ്ധ അശുതോഷിൻ്റെ നേരെ തിരിഞ്ഞു. കാലാട്ടിക്കൊണ്ട് അവൻ ബെഞ്ചിന്മേൽ കുനിഞ്ഞിരുന്നു. അശുതോഷ് ഇപ്പോൾ മുതിർന്ന കുട്ടിയായി കാണും. അവൻ്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കും. എങ്കിലും 3ാം ക്ലാസ്സിലെ ഈ സംഭവം അവന് മറക്കാൻ കഴിയുകയില്ല. ആശുവിന് ഒരു കൊച്ചനുജത്തിയുണ്ട്. ആശുവിൻ്റെ കൂടെയാണ് എപ്പോഴും അവളുടെ കളി. റോഡരികിലായിരുന്നു അവരുടെ വീട്. മുൻവശത്ത് ഇരുമ്പഴിയിട്ട ഒരു വരാന്ത കഴിഞ്ഞാൽ തുറന്നു കിടക്കുന്ന ഒരു കാർ ഷെഡ്. അന്ന് കാലത്ത് മുതൽ നല്ല കാറ്റും മഴയുമായിരുന്നു. പകൽ മുഴുവനും ആശുവും അനുജത്തിയും വരാന്തയിലിരുന്നു. കളിയോട് കളി. ഗ്രഹണത്തിൻ്റെ അവധിയായിരുന്നല്ലോ. പാവക്കല്യാണമായിരുന്നു അവർ കളിച്ചിരുന്നത്. ചെറുക്കനും പെണ്ണും ഉടുത്തൊരുങ്ങി നിൽക്കുകയാണ്. കല്യാണം സംബന്ധിച്ച നിർദ്ദേശങ്ങളെല്ലാം അവൻ അനുജത്തിക്ക് നൽകുകയാണ്. അപ്പോഴാണ് ഈ പ്രശ്നം ഉദിച്ചത്. ആരെയാണ് പുരോഹിതനാക്കേണ്ടത്? അനുജത്തി നേരെ വെളിയിലേക്ക് ഓടി. കാർ ഷെഡിൽ നിന്നിരുന്ന ആളിനോട് ചോദിച്ചു, ഞങ്ങളുടെ പാവക്കല്യാണത്തിന് അമ്മാവൻ പുരോഹിതനാവുമോ? അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ആശു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ശിവനാഥ ശാസ്ത്രിയെയാണ്. കനത്ത മഴയത്ത് കാർ ഷെഡിൽ കയറി നിന്നതായിരുന്നു അധ്യാപകനായ ശിവനാഥ ശാസ്ത്രി. ശാസ്ത്രിയെ കണ്ടതും ആശു കളി നിർത്തി അകത്തേക്ക് ഓടിപ്പോയി. കളി അങ്ങനെ അവസാനിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ശിവനാഥ ശാസ്ത്രി ക്ലാസ്സിൽ ഈ കഥ പറയാൻ തുടങ്ങി. കുട്ടികളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. ആശു കുനിഞ്ഞിരുന്നു പുഞ്ചിരിച്ചു. കുട്ടികളെല്ലാവരും ചിരിച്ചു. പിന്നീട് ഗിന്നി ഗിന്നി എന്ന് വിളിച്ച് മറ്റുള്ളവർ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നു. ഉച്ചബെല്ലടിച്ചതോടെ വേലക്കാരി ഭക്ഷണവുമായി എത്തി. ആശുവിൻ്റെ മുഖം വല്ലാതെ ചുവന്നിട്ടുണ്ട്. കൺപോളകൾ വീർത്തിട്ടുണ്ട്. നല്ലപോലെ കരഞ്ഞ ലക്ഷണവുമുണ്ട്. അവനന്ന് ആഹാരം കഴിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല. ശിവനാഥ ശാസ്ത്രി ഉച്ചയൂണ് കഴിഞ്ഞ് അധ്യാപകരുമായി വെടി പറഞ്ഞ് രസിക്കുകയാണ്. ആശു അവൻ്റെ വീട്ടിലെ കട്ടിലിൽ കിടന്ന് കരയുന്നു. അനിയത്തിയുടെ കൂടെ കളിച്ചു എന്നുള്ളത് ജീവിതകാലം മുഴുവൻ ലജ്ജിക്കേണ്ട ഒരു കാര്യമായി അവൻ കരുതി. ആളുകൾ ഒരിക്കലും അത് മറക്കുകയില്ലെന്നും അവൻ വിശ്വസിച്ചു. വീട്ടമ്മ എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.